എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ കള്ളനോട് ഉപമിച്ചിരിക്കുന്നു? 3 ചിന്തകൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാലത്തിൽ നമ്മോട് ഈ ചിന്തകൾ ചില ബോധ്യപ്പെടുത്തലുകളും ചില മുറിവുകളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ തരുന്നു എന്നതുകൊണ്ടാണ്. കള്ളന്റെ ഒന്നാമത്തെ പ്രത്യേകത, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. കള്ളന്റെ ഒന്നാമത്തെ പ്രത്യേകത അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങളെ തേടുന്നു എന്നതാണ്. സീക്കിംഗ് ഡെപ്ത് ദാൻ ഡെക്കറേഷൻസ്, അല്ലെങ്കിൽ സീക്കിംഗ് എസൻസ് ദാൻ എക്സിബിഷനിസം. അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങളെ തേടുന്നു. അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങളെ തേടുന്നു. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം, ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞാൽ അലങ്കാരം, എസൻസ് എന്ന് പറഞ്ഞാൽ ഉണ്മ, സത്ത, എക്സിബിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രദർശനപരത. സീക്കിംഗ് ഡെപ്ത് ആൻഡ് ഡെക്കറേഷൻസ്. നമുക്കറിയാം, ഒരു കള്ളനും അലങ്കാരങ്ങൾ കൊണ്ടുപോകാറില്ല. നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറിയാൽ, കയറാതിരിക്കട്ടെ, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ ഷോക്കേസ് തപ്പാറുണ്ടോ? ഇല്ല. സ്ട്രോങ് റൂമുകൾ അന്വേഷിക്കും. എന്നാൽ നമ്മുടെ ജീവിതം പരിശോധന, പക്ഷെ അതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. ഒരു കള്ളൻ വീട്ടിൽ കയറുകയാണെങ്കിൽ ഈ ഷോക്കേസിലുള്ളത് ആക്രിക്കാരന് പോലും വേണ്ട. വേണോ? വേണ്ട. അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു കള്ളനും ഇന്ന് വരെ ഷോക്കേസിൽ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല. ഓർക്കണം, നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. പഴയൊരു തലമുറയ്ക്ക് പത്തായങ്ങളുടെ കാമ്പുണ്ടായിരുന്നു, വലിയ വേഷം കെട്ടലുകളില്ലായിരുന്നു. എനിക്കാകട്ടെ ഇന്ന് വേഷം കെട്ടലുകളാണ് കൂടുതൽ. നമുക്ക് വേഷം കെട്ടലുകളാണ് കൂടുതൽ കാണിക്കാനുള്ളത്. നമ്മളൊക്കെ ഒരു ഷോക്കേസ് സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. അഭിനയങ്ങൾ പൊളിഞ്ഞു വീഴും. യേശുക്രിസ്തു കള്ളനെ പോലെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വേഷം കെട്ടലൊന്നും തമ്പുരാന് കാണണ്ട, അകത്തെന്തുണ്ട്. തിബിരിയാസിന്റെ തീരത്ത് ഒരു രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ട് കുറച്ച് മീനുമായി കരയ്ക്കടുക്കുന്ന ശിഷ്യന്മാരോട് കരയ്ക്ക് അടുപ്പ് കൂട്ടിയിട്ട് കനലിൽ കാത്തിരിക്കുന്ന തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞു കാണും, തമ്പുരാനെ നല്ല പിടയ്ക്കണ സാധനമൊക്കെ ഉണ്ട്. യേശു പറയുന്നു, ഹാവ് യു സംതിങ് ഫ്രഷ്? ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇന്നലെ വൈകിട്ട് പിടിച്ചത് നിന്റെ വലയെ കിടപ്പുണ്ട്. ഇന്നലെ രാത്രി 8 മണിക്ക് ചൂണ്ടയിട്ടത് കിടപ്പുണ്ട്. എന്റെ പൊന്നു മക്കളെ, നിനക്ക് വല്ലതും തരാനുണ്ടോ? ഹാവ് യു സംതിങ് ഫ്രഷ്? കൂട്ടുവാൻ ഇപ്പോൾ പിടിച്ചത് ഉണ്ടോ? എൻ്റെ ഉപ്പാപ്പൻ പള്ളിക്ക് സ്ഥലം കൊടുത്തു. എൻ്റെ വല്യമ്മച്ചി സമാജത്തിൻ്റെ ഇന്നാരായിരുന്നു. പഴയ തഴമ്പുകൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഉപ്പൂപ്പക്കൊരു ആനയുണ്ട്. ഇന്ന് നിനക്ക്, ഇന്ന് എനിക്ക് എന്തുണ്ട്? സഹോദരങ്ങളെ, പഴയ പത്തായങ്ങളുടെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വേഷം കെട്ടലുകളുടെ ഷോക്കേസുകൾ പൊളിഞ്ഞു വീഴും. ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ ഞാൻ ഒളിപ്പിക്കുന്ന എൻ്റെ ആന്തരിക കുരുത്തക്കേടുകൾ, എൻ്റെ പുഴുക്കുത്തുകൾ ഞാൻ എവിടെ വരെ ഒളിപ്പിക്കും? സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് വല്ലാതെ അഭിനയിക്കുന്നവരാണ്. ആധുനിക മനുഷ്യനെ കുറിച്ച് ഭാരതം പറയും, മുഖം പത്മദളാകാരം, വാചം ചന്ദനശീതളം, ഹൃദയം വജ്രകഠിനം. പത്മം എന്ന് പറഞ്ഞാൽ താമര, മുഖം പത്മദളാകാരം, താമരയുടെ അഴകാണ്, കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. വാചം ചന്ദനശീതളം, വാക്കുകൾക്ക് ചന്ദനത്തിന്റെ തണുപ്പാണ്, സുഖിപ്പിക്കുന്ന വർത്താനം കൊള്ളാം. ഹൃദയം വജ്രകഠിനം. ഉള്ളിലിരിപ്പാർക്കും മനസ്സിലാകുന്നില്ല. നമ്മളെയൊക്കെ ദൈവം തമ്പുരാൻ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാം? ഈ കല്യാണ വീട്ടില് അല്ലെങ്കിൽ വീട് കൂദാശ നടക്കുന്ന വീട്ടില് രാത്രി സമ്മാനപ്പൊതി അഴിക്കുന്നത് പോലെ. അതെങ്ങനെയാ? പുതിയൊരു വീട് വെച്ച് കൂദാശ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും വിളിക്കും, എല്ലാവരും മനോഹരമായ ഗിഫ്റ്റ് പാക്കറ്റ് കൊണ്ടുത്തരും. വലിയ പൊതിക്കകത്ത് വലിയ പൊതി, നല്ല ഗിഫ്റ്റ് പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ട് റിബണൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചിട്ട് അല്ലേ കൊണ്ടുത്തരും. നമ്മുടെ 7ാം ക്ലാസ്സുകാരൻ്റെ കയ്യിലോട്ട് നമ്മൾ മേടിച്ചു കൊടുക്കും. അവനത് അകത്ത മുറിയിൽ വെക്കും. രാത്രിയാകുമ്പോഴേക്കും ഒരു വീട് കൂദാശ കഴിഞ്ഞ വീട്ടിൽ കുറെ മുറി പകുതിയോളം സമ്മാനങ്ങൾ നിറയും. ഇതെപ്പോഴാ പൊളിച്ചു നോക്കുന്നത്?
അവസാനത്തെ വിരുന്നുകാരനും അന്ന് രാത്രി വീട് വിട്ടു പോകുമ്പോൾ അച്ചായനും അമ്മാമയും പിള്ളേരും കൂടെ വാതിൽ കുറ്റിയിട്ടിട്ട് പൊതിയഴിക്കും. എങ്ങനെ? മെല്ലെ ഒരു കത്രിക എടുത്ത് റിബൺ അതീവ സൂക്ഷ്മതയോടെ. ആണോ? അല്ലല്ല, വലിച്ചു കീറി കൊട്ടയിലിടും. കാരണം മണിരാത്രി 9 വെളുപ്പിന് തുടങ്ങിയ വീട്ടിലെ പരിപാടിയാ. എന്നിട്ട് അഴിച്ചു നോക്കും, അല്ലേ? മലയാളിക്ക് വീട് ഉദാശ കഴിയുമ്പോൾ, അല്ലെ കല്യാണം കഴിയാൻ കിട്ടുമ്പോൾ 14 കാസറോളും 17 പ്രഷർ കുക്കറും ആയിരിക്കും. ഒരു ഗുണവും ഇല്ല. അടുത്ത 7 വർഷത്തേക്ക് തന്ന സൂസമ്മയ്ക്കും മറിയമ്മയ്ക്കും മാറി മാറി തിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കടം വീട്ടൽ. സഹോദരങ്ങളെ, നമ്മളെ തമ്പുരാൻ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ വല്ലാതെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഷോക്കേസുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ വന്ന അഭിനയത്തിന്റെ മുഖംമൂടികൾ തമ്പുരാൻ പൊളിച്ച് കൊട്ടയിലിടും. എന്നിട്ട് നോക്കും അകത്തെന്തുണ്ട്. തണ്ട് കാട്ടുന്നവരൊന്നും വേണ്ട മക്കളെ, പണ്ടങ്ങൾ വല്ലതുമുണ്ടോ? സഹോദരങ്ങളെ, കള്ളൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്: അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങളെ തേടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാൻ പോയ തൻ്റെ ശിഷ്യന്മാരോട് കൗതുകത്തിന് പോയതാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കാണാൻ പോയി? മരുഭൂമിയിലേക്ക് കാറ്റിനാൽ ഉലയുന്ന ഓടയോ, മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? എന്ത് കാണാൻ പോയി? അലങ്കാരങ്ങളല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെയാണ് നമ്മളെ വല്ലാതെ പൊള്ളിക്കും. പാപത്തെ മറച്ചത് അലങ്കാരങ്ങൾ കൊണ്ടല്ലേ? അന്ന് വരെ ഒരു തൈത്തങ്ങെ പോലും കേറിയിട്ടില്ലാത്ത ആദം അത്തി കണ്ടപ്പോ വലിഞ്ഞു കയറി പാപത്തെ മറയ്ക്കാൻ ഹൗവ മൂട്ടിന്ന് താങ്ങിക്കൊടുത്തു. കേറു ചേട്ടാ എന്ന് പറഞ്ഞു. അത്തിക്കൊമ്പിൽ കയറി 10-25 ഇല പറിച്ചിട്ടു. രണ്ടുപേരും കൂടെ പച്ചീർക്കില് കോർത്തു. എന്നിട്ട് ഇപ്പൊ സകലമാന പള്ളിയുടെ മുറ്റത്ത് അത്തി ഉണ്ടല്ലോ, അത്തിയുടെ ഇല വലിയ ഇലയാണ്. ഇങ്ങനെ കോർത്തെടുത്തു, രണ്ടുപേരും ഉടുത്തു. വാട്ട് ആൻ ഐഡിയ! ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാത്തൊരു പെണ്ണ് എന്ന് ആദം ചോദിച്ചു. അത് തന്നെ ശരി എന്ന് ഹൗവായും പറഞ്ഞു. നേരം രാവിലെ 10 മണിയാണ് കേട്ടോ. കനിതിന്ന് അപരാധം ഹൗവ ചെയ്തപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്നിട്ടോ പാപത്തെ അലങ്കാരങ്ങൾ കൊണ്ട് മറച്ചു. നേരം നട്ടുച്ച കത്തിജ്വലിക്കുന്ന മീനസൂര്യൻ. മണി 3 കഴിഞ്ഞു. വൈകുന്നേരം തമ്പുരാന്റെ കാലൊച്ച വരുന്ന നേരമായി. അപ്പോഴാണ് അബദ്ധം പിടഞ്ഞത്. നല്ല വെയിലത്ത് ഈ അത്തിയില വട്ടയില ചുരുളുന്നത് പോലെ ചുരുണ്ടു. ആലോചിച്ചോണം നിങ്ങൾ. ലോ വേസ്റ്റ് ജീൻസ് പോലെ ആയിപ്പോയി. എന്ത് മറയ്ക്കാൻ ആഗ്രഹിച്ചോ അതൊക്കെ പുറത്തു വന്നു. രണ്ടുപേരും കൂടെ വൈകുന്നേരം 4 മണിക്ക് നിൽക്കുമ്പോൾ ഈ ഇലയെല്ലാം ഇങ്ങനെ ചുരുണ്ട് കിടക്ക ഈർക്കലയിൽ. ഈ തുണി ഇനി പറ്റുകയല്ല. സഹോദരങ്ങളെ, അവർ ലജ്ജിച്ച് മരത്തിന്റെ പിറകിലേക്ക് പോയൊരു കഥയുണ്ട്, ചരിത്രമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പാപത്തെ മറയ്ക്കാൻ ഞാനും നിങ്ങളും വാരിക്കെട്ടി ഒടുക്കുന്ന അലങ്കാരങ്ങൾ ന്യായവിധിയുടെ കൊടുംചൂടിൽ പൊള്ളിപ്പോകും. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് കൽപ്പറ്റ നാരായണൻ. ചിലപ്പോൾ മനോരമയുടെ കാഴ്ചപ്പാട് പേജിലൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വരാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം എഴുതി, ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: ഗാന്ധിജിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, ഉള്ളത് അഴിച്ചു കളഞ്ഞാൽ മതി. ശരിയാണ്. ഫാൻസി ഡ്രസ്സിൽ ടാബ്ലോയിൽ മഹാത്മാഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, ഉള്ളത് അഴിച്ചു കളഞ്ഞാൽ മതി. ഒരൊറ്റമുണ്ട്, ഒരു വട്ടക്കണ്ണട, തലയിലൊട്ടിക്കാനൊരു പപ്പടം, അല്ല ഒരു വടി. ഭാരതത്തിന്റെ മഹാത്മാവായി വേഷം കെട്ടാൻ വേഷം കെട്ടലുകൾ അഴിച്ചു കളഞ്ഞാൽ മതിയാവും. അതിനോട് ചേർന്ന് പൂരിപ്പിക്കാം, നല്ല ക്രൈസ്തവനായി മാറാൻ എളുപ്പമാണ്, ചില വേഷം കെട്ടലുകൾ അഴിച്ചു കളഞ്ഞാൽ മതി. ശരിയാണ്. നല്ല ക്രൈസ്തവനായി മാറാൻ എളുപ്പമാണ്, ചില വേഷം കെട്ടലുകൾ അഴിച്ചു കളഞ്ഞാൽ മതി. നാം അലങ്കാരങ്ങളിൽ അഭിരമിക്കുന്നു. ഒരു പെരുന്നാൾ നടക്കുന്നു. എനിക്ക് 3 ദിവസം മുമ്പ് മാത്യു എബ്രഹാം അച്ഛൻ വളരെ മനോഹരമായി പള്ളിയുടെ ഇലൂമിനേഷൻ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. വളരെ മനോഹരം, സുന്ദരം.
പെരുന്നാൾ നടക്കുമ്പോൾ പള്ളി മനോഹരമാണ്, നമ്മുടെ കണ്ണിന് സുഖമാണ്. എന്ത് രസമുള്ള ഇല്യൂമിനേഷൻ! എത്ര മനോഹരമായി അവർ അത് ചെയ്തിരിക്കുന്നു. ഈ പരിസരം മുഴുവൻ വർണ്ണാഭമാണ്. റാസ ഇല്ലെങ്കിലും നമുക്കൊരു ശിങ്കാരിമേളത്തിന്റെ കൊതിയുണ്ട്. മെയ് മാസത്തിന്റെ ആദ്യ നാളുകളിൽ പെരുന്നാൾ പ്രകമ്പനം കൊള്ളുമ്പോൾ, വാദ്യമേളങ്ങളും പക്കമേളങ്ങളും അരങ്ങ് തകർക്കുമ്പോൾ കാതിന് സുഖം. ഗായക സംഘത്തിന്റെ മനോഹരമായ ശബ്ദവിന്യാസം, കാതിന് സുഖം. വെച്ചൂട്ട് നടത്തുമ്പോ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. കൊറോണയായ കാലത്ത് പോലും കൊള്ളാം. കഴിഞ്ഞ വർഷത്തേക്കാൾ നാവിന് സുഖം. അപ്പൊ കണ്ണിന് സുഖം, കാതിന് സുഖം, നാവിന് സുഖം. പെരുന്നാൾ മൊത്തത്തിൽ കൊടിയിറങ്ങി കഴിയുമ്പോൾ തൊലിപ്പുറത്തെ സുഖങ്ങളുടെ, ഇന്ദ്രിയങ്ങളുടെ തൊലിപ്പുറത്തെ സുഖങ്ങളുടെ പക്കമേളങ്ങൾ മാത്രം. ഈ അലങ്കാരങ്ങളിൽ മാത്രം തൃപ്തരായി നാം കൊടിയിറങ്ങി തിരിച്ചു പോകുമോ? എന്തു പ്രകാശം! ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് ഒരു സന്ദേഹം, ഒരു മാറ്റം. സഹോദരങ്ങളെ, അഭിനയങ്ങൾ പൊളിഞ്ഞു വീഴുന്നൊരു കാലം. ഞാനൊരു കഥ പറയാം. ഫ്രഞ്ച് എഴുത്തുകാരൻ ഗൈഡെ മൊപ്പസന്റ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു മനോഹരമായ കഥയുണ്ട്. ദ നെക്ലേസ് എന്നാണ് പേര്. ആ കഥ പറയുക, കഥ നടക്കുക ഒരു ചെറിയ നാട്ടിൽ, ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു വീട്. എന്ത് കിട്ടിയാലും അലങ്കാരങ്ങളെ സ്നേഹിക്കുന്ന ആർത്തി തീരാത്തൊരു ഭാര്യ. കെട്ടിയൊരുങ്ങി നടക്കുന്നതിനാണ് അവൾക്ക് താല്പര്യം. പാവം ഭർത്താവ് ഇവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കും. ഒരിക്കൽ ആ നാട്ടിലെ ഒരു വലിയ വീട്ടിലെ ഒരു വിരുന്നിന് ഇവരെ വിളിച്ചു. ഭാര്യയ്ക്ക് വാശി, ഉള്ളതൊന്നും പോരാ, എനിക്ക് ഉടുത്തുകൊണ്ട് പോകാനില്ല, അണിയാനൊരു നല്ല ആഭരണമില്ല. അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അയൽപക്കത്ത് ധനാഢ്യയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു വൈരം പതിച്ച നെക്ലേസ് കടം വാങ്ങി. പിറ്റേന്ന് രാവിലെ കൊടുക്കാം. ഇതണിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ വിരുന്നിന് പോയി. അവിടെ ചെന്ന് ഈ നെക്ലേസ് ഒക്കെ ഇട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. നേരം രാത്രിയായി. വിരുന്ന് കഴിഞ്ഞിവർ മടങ്ങി ഉല്ലാസത്തോടെ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം. കടം വാങ്ങിയ വിലപിടിപ്പുള്ള ഈ നെക്ലേസ് കാണാനില്ല. ഗൈഡെ മൊപ്പസന്റ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാത്രിയിൽ അവർ ഉരുകാണ്. രാവിലെ തിരിച്ചു കൊടുക്കണം. വീടും പറമ്പും വിറ്റാലും പണം കിട്ടില്ല. ആ രാത്രി അവർ നാടുവിടുക. അനേക നാളുകൾ കഴിഞ്ഞു. ദൂരെ ഒരു നാട്ടിൽ ഈ സ്ത്രീ ജോലിക്ക് നിൽക്കുന്ന ഒരു വീട്ടിൽ ഒരു ജോലിക്കാരിയായി. ഗതി കെട്ടുപോയി. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ മാർക്കറ്റിൽ വെച്ച് ആവിചാരിതമായി പണ്ട് താൻ നെക്ലേസ് കടം വാങ്ങിയ പഴയ സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. മുഖാമുഖം. ഒളിക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് കണ്ണിൽപ്പെട്ടത്. ആ സ്ത്രീ അമ്പരന്നുപോയി. തൻ്റെ കയ്യിൽ നിന്ന് നെക്ലേസ് വാങ്ങിയ സ്ത്രീ. അവരിങ്ങോട്ട് വല്ലതും ചോദിക്കുന്നതിന് മുമ്പ് ഈ പാവപ്പെട്ടവൾ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ട് നാടുവിട്ടതാണ്, ഞങ്ങൾ വഞ്ചിച്ചതല്ല, എന്നെങ്കിലും തിരിച്ചു തരാം. അപ്പൊ സ്ത്രീ ചോദിച്ചു, ഇതിന്റെ പേരിലായിരുന്നോ നീ നാടുവിട്ടത്? കഷ്ടായി പോയല്ലോ. ഞാൻ നിനക്ക് തന്ന നെക്ലേസ് ഇല്ലേ, അത് ഒറിജിനൽ ആയിരുന്നില്ല, കൊല്ലം സുപ്രീം എന്നൊക്കെ പറയും. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സാധനം ഇല്ലേ, സ്വർണം പൂശിയത്. സഹോദരങ്ങളെ, ആ നെക്ലേസ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് കഥ ഏതാണ്ട് അവിടെ അവസാനിക്കുമ്പോ എന്താണ് ഈ കഥ നമ്മോട് പറയുക? ജീവിതത്തിന്റെ ഓട്ടങ്ങളുടെയും ജീവിതത്തിന്റെ പരാക്രമങ്ങളുടെയും തട്ടിപ്പറിക്കലുകളുടെയും കെട്ടിപ്പടുക്കലുകളുടെയും വെട്ടിപ്പിടിക്കലുകളുടെയും ഒടുവിൽ നാം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്: ഒന്നും ഒറിജിനൽ അല്ല. ജീവിതത്തിന്റെ അവസാനം നാം ബോധത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ നല്ലിലക്കാരെ, ആ കിടക്കയിൽ കിടക്കുമ്പോ അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്ന് ഇതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിങ്ങനെയാണ്: ദൈവമേ, ജീവിതത്തിൽ വലിയതെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നല്ലോ, ഞാൻ ചെറുതെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നല്ലോ വലിയത്. മനസ്സിൽ കുറിച്ചോണം. ബോധത്തോടെയാണ് നാം മരിക്കുന്നതെങ്കിൽ അന്ന് നമ്മൾ അവസാനം ഓർക്കാൻ പോകുന്ന കാര്യം ഇതാണ്.
ബുദ്ധമതത്തിൽ അതിന്റെ അടിസ്ഥാന ചിന്ത 4 കാര്യങ്ങളാണ്. 1, സർവം ശൂന്യം, സത്യമാണ്. 2, സർവം ക്ഷണികം. 3, സർവം പ്രതീതി. പ്രതീതി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ ഈ തോന്നൽ. 4, സർവം നിരാത്മം. സർവം നിരാത്മം. 4 ചിന്തകളാണ്, എല്ലാം ശൂന്യമാണ്. അതുകൊണ്ടാണ് ശ്രീബുദ്ധന്റെ അടുത്ത് ഒരാൾ ശിഷ്യനാകാൻ ചെന്നാൽ ബുദ്ധൻ ആദ്യം ചെയ്യുന്നത് അയാളെ ശ്മശാനത്തിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് പറയും, നീ 21 ദിവസം ശ്മശാനത്തിൽ കഴിഞ്ഞിട്ട് വരാൻ പറയും. അതൊരു പാഠമാണ്. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതെന്നറിയാം? ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിത്തേരിയ. ഇവിടെ ഇല്ലേ? അതിനേക്കാൾ വലിയൊരു യൂണിവേഴ്സിറ്റി ഇല്ല. ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ നോമ്പിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട്, മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ, എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു ഖബറിനുള്ളിൽ കയറി കാണുക നീ. സെമിത്തേരി. ചെയ്യാതെ പോയ ആലിംഗനങ്ങൾ, മിണ്ടാതെ പോയ ചുണ്ടുകൾ, ചിരിക്കാത്ത അധരങ്ങൾ, പറയാതെ പോയ വാക്കുകൾ പോലെ വരും. അലങ്കാരങ്ങളും അഭിനയങ്ങളും കൊണ്ട് ആണിപ്പഴുതുള്ളവനെ അനുനയിപ്പിക്കാമെന്ന് വിചാരിക്കരുതേ. നമ്മളിന്ന് വന്ന് നന്നായി അഭിനയിക്കുന്നുണ്ട് ആധ്യാത്മികതയിൽ പോലും. അലങ്കാരങ്ങളും അഭിനയങ്ങളും കൊണ്ട് നമുക്കറിയാമല്ലോ, ഈ ഇസഹാക്കിന്റെ കിടക്കക്കരികിൽ വേട്ടയിറച്ചി നല്ല മസാല പുരട്ടി ഉലർത്തിയെടുത്ത് കൊണ്ടു നിൽക്കുന്ന യാക്കോബുണ്ട്. ഈ ഇറച്ചി മസാലയുടെ ഗന്ധം അതിശക്തമായി ഇസഹാക്കിന്റെ പഴങ്കിടക്കയിൽ ആ മൂക്കിലൂടെ അടിച്ചു കയറിയപ്പോ സർവം മറന്നുപോയി ഇസഹാക്ക്. ആ ശബ്ദം കേട്ടപ്പോ ഇസഹാക്കിന് മനസ്സിലായി, ഇത് എൻ്റെ മോൻ ഏശാവിൻ്റെതാണോ? പ്രിയപ്പെട്ടവർ, ലോകത്തെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് യാക്കോബ് മാറുക. ആദ്യത്തെ മോണോ ആക്ട് കാണിക്കുകയാണ്. ചിട്ടന്റെ ശബ്ദാനുകരണം നടത്തി അപ്പന്റെ അന്ധതയെ മുതലെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൻ ചോദിക്കുന്നുണ്ട്, നീ ആർ മകനെ? ഫേക്ക് ഐ ഡി. യാക്കോബാണ് ആദ്യമായിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയത്. ഇന്നിപ്പോ ഫേക്ക് ഐ ഡിക്കൊന്നും കുറവില്ലല്ലോ. ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐ ഡികളുടെ ഉസ്താദുമാരാണ് മലയാളി. നീ ആർ മകനെ? നിന്റെ അഭിനയങ്ങളുടെ പിറകിൽ ഒരു കപടതയില്ലേ? സഹോദരങ്ങൾ, നമുക്കൊക്കെ ലേബലുണ്ട്. തിബിരിയാസിന്റെ തീരത്തെ ശബ്ദം വീണ്ടും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഹാവ് യു സംതിങ്? നിന്റെ കയ്യിൽ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇന്നലെ വൈകിട്ട് വലയെ കയറിയതും വല്യപ്പന്റെ കാലത്തൊരും പറയല്ലേ, ഇപ്പോൾ വല്ലതും ഉണ്ടോ? യേശു ക്രിസ്തു കള്ളനെ പോലെ വരുന്നു. അതിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്, അഭിനയങ്ങളും അലങ്കാരങ്ങളും. നമുക്കറിയാലോ, യേശു ക്രിസ്തു എടുത്തണിഞ്ഞ വേഷങ്ങളെക്കാൾ നമ്മെ വിസ്മയിപ്പിക്കുന്നത് ക്രിസ്തു അഴിച്ചു വെച്ച വേഷങ്ങളാണ്, അല്ലേ? അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, പുറംകുപ്പായം ഊരി അരയിൽ കച്ചകെട്ടി കാൽ കഴുകാൻ തുടങ്ങി. യേശു ക്രിസ്തു എടുത്തണിഞ്ഞ വേഷങ്ങളെക്കാൾ നമ്മെ വിസ്മയിപ്പിക്കുന്നത് അവിടുന്ന് അഴിച്ചു വെച്ച വേഷങ്ങളാണ്. നല്ല ക്രൈസ്തവനായി വേഷം കെട്ടാൻ എളുപ്പമാണ്. എന്റെയും താങ്കളുടെയും സുഹൃത്തെ, ചില വേഷം കെട്ടലുകൾ അഴിച്ചു കളഞ്ഞാൽ മതി. രണ്ടാമത്തെ ചിന്തയിലേക്ക് പോവുക. ഒന്ന്, സീക്കിംഗ് ഡെപ്ത് ആൻഡ് ഡെക്കറേഷൻസ്. എന്റെ ഷോക്കേസ് തമ്പുരാൻ പൊളിക്കും കേട്ടോ. ആർക്ക് വേണം നിന്റെ ഷോക്കേസ്? നീ കാണിച്ചു കൂട്ടുന്നതൊന്നും നിന്നെ തുണയ്ക്കില്ല. 2, യേശു ക്രിസ്തു കള്ളൻ എന്ന് പറയുമ്പോ ഒരു കള്ളന്റെ ശരീരഭാഷയിൽ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ഒരു ചിന്ത, മുൻവാതിലുകൾ അവഗണിക്കപ്പെടും, പിൻവാതിലുകൾ പൊളിഞ്ഞു വീഴും. മുൻവാതിലുകൾ അവഗണിക്കപ്പെടും, പിൻവാതിലുകൾ പൊളിഞ്ഞു വീഴും. എൻട്രി വേസ് വിൽ ബി ഇഗ്നോർഡ്, റിയർ വേസ് വിൽ ക്രംബിൾ ആൻഡ് ഫോൾ.
ഇന്ന് വരെ നല്ലിലയിൽ ഏതെങ്കിലും വീട്ടിൽ മുന്നിലത്തെ വാതിലിൽ കൂടെ കള്ളൻ കയറിയിട്ടുണ്ടോ? ഇവിടെ കള്ളനില്ലാത്ത നാടായതുകൊണ്ടാണ് നിങ്ങൾ അനങ്ങാത്തത്. നല്ല നാട്. ഞാൻ അന്റാർട്ടിക്കയിലെ കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും വീട്ടിൽ മുൻവാതിൽ കൂടെ കള്ളം കയറുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഇന്നൊരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് എന്തിനാണ്? ഒന്നിട്ടിനാണ്. 15 അടി പൊക്കത്തിൽ നമ്മൾ ഒട്ടിച്ചു കയറ്റിയിട്ടുണ്ട്. അവിടെ വാർപ്പായതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയതാ. എത്ര പണമാണ് ടോയ്ലറ്റിന് ചെലവാക്കുക? കുളിമുറികൾ അലങ്കരിക്കുന്ന കാലം, ഹൃദയം അലങ്കരിക്കാത്ത കാലം. ആശയങ്ങളെക്കാൾ ആമാശയത്തിന് പ്രസക്തിയുള്ള കാലം. 2 മുൻവാതിലാണല്ലേ? എത്ര തച്ചുപണിയാണ്. കർത്താവ് ഗത്സമൻ തോട്ടത്തിലിരിക്കുന്നവർ, കർത്താവ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ. നല്ലതാണ് കേട്ടോ. നമ്മൾ അതിനെ മണിച്ചിത്രത്താഴും 7 ലോക്കും 7 പൂട്ടും ഒക്കെ ഇടും. 3 മാസത്തെ തച്ചാണ്. തച്ചൻ വീട്ടിൽ നിറങ്ങാതെ കുടി പാർത്ത് ചെയ്ത മുൻവശത്തെ വാതിലാണ്. മനോഹരം, മനോഹരം. പ്രിയപ്പെട്ടവരെ, ഈ വാതിൽ നീ 7 പൂട്ടിട്ടാലും 9 പൂട്ടിട്ടാലും അതിലെ കള്ളൻ വരില്ല. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അടുക്കളപ്പുറം ഒരു കുറ്റി ഇളവി കിടക്കുക. ഇന്നൊക്കെ അടുക്കളപ്പുറം പിൻവാതിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മുൻവാതിൽ പരസ്യ ജീവിതമാണ്, പിൻവാതിൽ രഹസ്യ ജീവിതമാണ്, അല്ലേ? നമ്മളൊക്കെ മുൻവാതിലുകളിൽ മണിച്ചിത്രത്താഴിട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ പരസ്യ ജീവിതം എത്ര രസം! നിങ്ങൾക്ക് ഇപ്പം വളരെ പോളിഷ്ഡ് ആണ്. ഈ ചില കുറ്റികൾ പിറകിലത്തെ വാതിലിനുണ്ട്. കള്ളൻ കയറുക പിറകുവശത്ത് ഓടാമ്പൽ ഇളക്കുക, അതിന്റെ കുറ്റിയായിട്ട് ഇളകിയും കിടക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സ്വഭാവം എന്നത് മനോഹരമായൊരു നിർവചനം ഞാൻ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ക്യാരക്ടർ? അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ധ്യാനിക്കാവുന്നതാണ് കേട്ടോ. ക്യാരക്ടർ ഈസ് വാട്ട് ആർ യു ഇൻ ദ ഡാർക്ക്നെസ്. ഒന്നുകൂടെ ഞാനത് പറയാം. ക്യാരക്ടർ ഈസ്, എന്താണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ യു ഇൻ ദ ഡാർക്ക്നെസ്. ഇരുളിൽ നീ ആരായിരിക്കുന്നോ അതാണ് നിന്റെ സ്വഭാവം. നമ്മുടെ മുൻവാതിലുകൾ ഭദ്രമാണ്, പിൻവാതിലുകൾ നമുക്കറിയാമല്ലോ. ദാവീദ് രാജാവിന്റെ മുൻവാതിലുകൾ ഭദ്രമായിരുന്നു. ദാവീദ് രാജാവ് നെയിം ബോർഡ് വെച്ചേക്കുന്നതിനകത്ത് എന്തെല്ലാം എഴുതിയിട്ടുണ്ടെന്നറിയാം? സിംഗർ, പാട്ടുകാരൻ; ഇൻസ്ട്രുമെന്റ് പ്ലെയർ; പ്രൊഫറ്റ്, പ്രവാചകൻ; കിങ്, പ്രീച്ചർ. എഴുതിപ്പിടിപ്പിക്കാൻ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ദാവീദിന് കൂട്ടുണ്ടായിരുന്നു നെയിം ബോർഡിൽ. പക്ഷേ ഊരിയാവിനോട് ചെയ്ത തെറ്റുകൾ, ഒരു കുളിമുറിക്കാഴ്ചയുടെ പിറകിൽ അയറായങ്ങളോട് ചെയ്ത മഹാപാതകം, ആ നാടകം ഒരു പരിധിവരെ വിജയിച്ചു, നമുക്കറിയാം. സഹോദരങ്ങളെ, ഇളകിക്കിടന്ന കുറ്റി പിൻവാതിലാണ്. ആ വാതിക്കൽ വന്നു നിന്നിട്ടാണ് നാഥാൻ പ്രവാചകൻ പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. തകർന്നു കിടന്നൊരു പിൻവാതിൽ ദാവീദിനുണ്ടായിരുന്നു. മുൻവശത്തെ നെയിം ബോർഡൊക്കെ ഭദ്രമായിരുന്നു. ദാവീദിനെ കുറിച്ച് ഞാൻ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ ചുരുക്കട്ടെ: ഹി വോൺ ദ എക്സ്റ്റേണൽ ബാറ്റിൽസ്, നോട്ട് ദ ഇന്റേണൽ. ഹി വോൺ ദ എക്സ്റ്റേണൽ ബാറ്റിൽസ് ബട്ട് നോട്ട് ദ ഇന്റേണൽ. അദ്ദേഹം പുറം പോരാട്ടങ്ങളിൽ ജയിച്ചു, അകത്തെ പോരാട്ടത്തിൽ തോറ്റു. നമ്മളെ കുറിച്ചും പറയാം. വി വോൺ ദ എക്സ്റ്റേണൽ ബാറ്റിൽസ്. നമ്മൾ പുറത്ത് ജയിക്കുന്നവരും അകത്ത് തോൽക്കുന്നവരുമാണ്. ഒരു ചോദ്യം ഇന്ന് വചനം എന്നോടും താങ്കളോടും ചോദിക്കുന്നുണ്ട് സ്നേഹിത. അലങ്കാരങ്ങളും സ്ഥാനങ്ങളും പാപത്തെ മൂടുവാൻ ഉപയോഗിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നമുക്ക് മുമ്പിൽ ഉയർത്തുന്ന ഈ രാത്രിയുടെ ചോദ്യമാണ്. ദാവീദ് അങ്ങനെ ചെയ്തു. അലങ്കാരങ്ങളും സ്ഥാനങ്ങളും മൂടുവാൻ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ വിജയിച്ചു നിൽക്കുന്ന പലരും സ്വകാര്യ ജീവിതത്തിൽ മുറിവേറ്റ് കിടക്കുക. മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ നമ്മുടെ പല ആണുങ്ങളും വേലിക്ക് പുറത്തെ പുലികളാണ്, വേലിക്ക് പുറത്തെ സുൽത്താൻമാരാണ്. പക്ഷേ വേലിക്കകത്തോ
വീട്ടിനകത്തോ പാപത്തിന്റെ പിശകിയ കാൽവയ്പിനെ ഓർത്ത് ദാവീദ് കരഞ്ഞു. 51-ാം സങ്കീർത്തനം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഇടനെഞ്ചു പൊട്ടി സർവശക്തന്റെ മുമ്പിൽ ദാവീദ് കരഞ്ഞു. ആരും കാണാതുടയോനെ ഞാൻ പാപം ചെയ്തു. തിങ്കളാഴ്ച രാത്രി പാടുന്നൊരു പാട്ടാണ്, രാത്രി നമസ്കാരത്തിൽ നോമ്പിൽ. ആരും കാണാതുടയോനെ ഞാൻ പാപം ചെയ്തു, അന്യന്മാർ കണ്ടെന്നാകിൽ ലജ്ജിച്ചിടും ഞാൻ ചെയ്ത എൻ്റെ പാപം നാട്ടുകാർ കണ്ടാൽ എനിക്ക് നാണക്കേട. പക്ഷേ എൻ പാപങ്ങൾ നേരെ കാൺമോന നിന്നെ അയ്യോ പേടിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് പേടിക്കാതെ ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, രഹസ്യ ജീവിതത്തെ ഓർത്ത് രഹസ്യത്തിലെങ്കിലും കരയുമോ? നമുക്കുള്ളിൽ തോന്നേണ്ട ഒരു ചോദ്യമാണ്, ദൈവമേ, രഹസ്യ ജീവിതത്തെ ഓർത്ത് ഞാൻ രഹസ്യത്തിലെങ്കിലും കരയുമോ? He won the external battles but not the internal. ശീമോൻ പകൽ പാറയായിരുന്നവൻ വീമ്പ് പറഞ്ഞു, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പരസ്യ ജീവിതത്തിൽ എന്തൊരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ ജീവിതമായിരുന്നു ശീമോന്റേത്, പത്രോസിന്റേത്. പക്ഷെ ആ രാത്രിയിൽ ആ കൊച്ചു അറിയുന്നില്ല, ഞാൻ അവനെ അറിയുന്നില്ല. ഇരുളിൽ ശീമോൻ വേറൊരാളായി. ക്യാരക്ടറൈസ് വാട്ട് ആർ യു ഇൻ ദ ഡാർക്ക്നെസ്. നമ്മളൊക്കെ പകൽ പത്രോസും രാത്രിയിൽ ശീമോനുമാണ്. അതിന്റെ അർത്ഥം എന്താ? പത്രോസ് വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോഴെല്ലാം യേശു ക്രിസ്തു പത്രോസിനെ വിളിക്കുന്നത് പീറ്റർ, പത്രോസ് എന്നാണ്. പക്ഷെ പത്രോസ് എപ്പോൾ ഇടറുന്നുവോ യേശു വിളിക്കുന്നത് ശീമോൻ. പെസഹായിൽ ഉറങ്ങുമ്പോൾ രാത്രി അവിടെ നിന്ന് ഗസവൻ തോട്ടത്തിൽ ഉറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, സൈമൺ ആർ യു അസ്ലീപ്? ഉറങ്ങാണോ? നമ്മളൊക്കെ പകൽ പത്രോസ് ശീമോനുമാണ്. അതുകൊണ്ടാണ് ഈ ശീമോൻ പത്രോസിനെ കുറിച്ച് മനോഹരമായൊരു കൂക്കോയോ തിങ്കളാഴ്ച രാത്രിയിൽ തന്നെയുണ്ട്. അതിങ്ങനെയാണ്, പിൻവാതിൽക്കലിരും നേവം ശീമോൻ പാരം കേണോദീ എന്ന് പറഞ്ഞാൽ ആ പെസഹ രാത്രിയിൽ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് അതാണ് പറയുക, പിൻവാതിൽക്കലിരും നേവം. എന്ത് പിൻവാതിൽ? അരമനയുടെ പിൻവാതിലല്ല, കൊട്ടാരത്തിന്റെ പിൻവാതിലല്ല, ജീവിതത്തിന്റെ പിൻവാതിലിരുന്ന്, ജീവിതത്തിന്റെ രഹസ്യമുഖത്തിരുന്ന് പിൻവാതിൽക്കലിരും നേവം ശീമോൻ പാരം കേണോദി. ഗുരുവേ ഞാൻ ശിഷ്യൻ, വാതിൽ തുറന്നാലും സ്വർഗത്താക്കോൽ കൈവീട്ടേ. ശീമോൻ പത്രോസ് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞേ, നീ നിന്റെ പരസ്യ ജീവിതത്തെ നീ വിട്ടേ? നിന്റെ രഹസ്യ ജീവിതത്തിന്റെ പിൻവാതിലിരുന്ന് കരയുമോ? നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ പിറകുവശത്തെ വാതിലിരുന്ന് കരയുമോ? പിൻവാതിൽക്കലിരുന്നേവം. വലിയ മനുഷ്യരൊക്കെ വീഴുന്നത് ചെറിയ കാര്യങ്ങൾ അല്ലേ? പറുദീസയുടെ അധിപതി വീണത് പഴത്തില അല്ലേ? വലിയ കാര്യത്തിലൊന്നുമല്ല, പഴം പറുദീസയുടെ അവകാശിയുടെ പിൻവാതിൽ പൊളിഞ്ഞത് അങ്ങനെയാ. ഏശാവ് ആ വീട്ടിലെ ആദ്യ മകനാണ്, അവകാശിയാകേണ്ടവൻ പായസത്തിന്റെ രുചിയിൽ വീണു. നല്ല ഒന്നാന്തരം സിക്സ് പാക്ക് മസിലും അപാരമായ കായിക ശക്തിയുമുള്ള ശിംശോൻ പ്രണയിനിയുടെ തലയിണ മന്ത്രത്തിൽ വീണു. വലിയ നിയോഗങ്ങളെ മറന്നു അല്ലേ? വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കൂ, അല്ല ചരിത്രം പരിശോധിക്കൂ, വേണ്ട നല്ലിലയിലെ ചുറ്റുവട്ടങ്ങൾ പരിശോധിക്കൂ. നമ്മൾ വിചാരിച്ച പലരും വീണുപോയത് എവിടെയാ? ചെറിയ കാര്യങ്ങളിലാ. ആണവ കരാറിലും ആഗോളവൽക്കരണത്തിലും ഇടപെട്ടിട്ടൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ.
പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സിൻ? ഒത്തിരി ഉത്തരങ്ങളുണ്ട്, പക്ഷെ ഒരു ഉത്തരം മനോഹരമാണ്. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആഗ്രഹം അധികം അവസരം സമം പാപം. ശരിയാ. നമ്മളിൽ പലരും വീണു പോകാത്തത് ആഗ്രഹം ഉണ്ടായിട്ടും അവസരമില്ലാത്തോണ്ടാണ്. മനസ്സിലായി കാണും. നമ്മിൽ പലരും വീണു പോകാഞ്ഞത് ആഗ്രഹമുണ്ടായിട്ടും അവസരമില്ലാഞ്ഞോണ്ടാണ്. ആഗ്രഹവും അവസരവും ഒരുമിച്ച് വരുമ്പോ അവിടെ പാപം ജനിക്കുക. ആരാണൊരു വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ശക്തി ഉണ്ടായിട്ടും തിന്മ ചെയ്യാതിരിക്കുന്നവനാണ് വിശുദ്ധൻ. അല്ലെങ്കിൽ അവസരമുണ്ടായിട്ടും ആഗ്രഹം നിറവേറ്റാത്തവനാണ് ആര്? അവസരമുണ്ടായിട്ടും തിന്മ ചെയ്യാത്തവനാണ് വിശുദ്ധൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. പഴയ നിയമത്തിൽ ശില്പഭംഗിയുള്ള കൊത്തുപണിഞ്ഞ ഒരു അടുക്കളവാതിൽ പിൻവാതിലിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഉൽപ്പത്തി 39 ആളിന്റെ പേര് നിങ്ങൾ അറിയും, ജോസഫ്. അന്യനാട്ടിൽ മിസ്രയീമിൽ ഒരു പൊട്ടക്കിണറിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ചെങ്കോലും കിരീടവും എടുത്തണിയുന്ന ഘട്ടം വരെ എത്തിയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ പേര് ജോസഫ്. 39 അധ്യായം ഒരു അതിജീവനത്തിന്റെ അധ്യായമാണ്. പോത്തിഫറിന്റെ വീട്ടിലെ ആ സ്ത്രീക്ക്, ആ ഭാര്യയ്ക്ക് ജോസഫിനോട് കലശലായ പ്രണയം. അവള് കല്യാണം കഴിച്ചതാണ്. അല്ലെങ്കിലും ഇന്നിപ്പോ കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ, 5 വർഷത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധി, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധി ബാച്ചിലേഴ്സിന്റെ പ്രണയമല്ല, മധ്യവയസ്കരുടെ പ്രേമമാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ മൂത്തു വന്നപ്പോ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ദാമ്പത്യ പ്രതിസന്ധികളുടെ നല്ലൊരു ഭാഗം വിവാഹിതരുടെ പ്രേമമാണ്. ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത്. ആരാണ്ടയുടെ കയ്യിൽ ഏതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞതല്ലുള്ള അവസ്ഥയായി ഇപ്പൊ സ്മാർട്ട് ഫോൺ കിട്ടിയ പല മധ്യവയസ്കരുടെയും കയ്യിൽ. ചാറ്റോട് ചാറ്റാണ്. ഒരുപാട് കുടുംബങ്ങൾ ഉരുകാണ്. മധ്യവയസ്കരുടെ പ്രണയം. ഈ പോത്തിഫറിന്റെ വീട്ടിലെ സ്ത്രീ കല്യാണം കഴിച്ച പെണ്ണാണ്. അവള് ജോസഫിനോട് പറയുന്നു, എന്റെ ജോസഫേട്ട, ചേട്ടനില്ലാതെ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. അപ്പൊ ജോസഫ് പറഞ്ഞു, നീ പോവണ്ണേ. വീണ്ടും ഈ പെണ്ണ് പറഞ്ഞു, എന്നാലും എന്റെ ജോസഫേട്ട, ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എനിക്ക് പറ്റില്ല. അപ്പൊ ജോസഫ് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കൊച്ചുമോന. എന്റെ സത്യ ദൈവത്തെ, എന്റെ വിശ്വാസത്തെ വിട്ടിട്ട് ഞാൻ അന്യനാട്ടുകാരി പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അപ്പൊ ഇവള് വീണ്ടും പറഞ്ഞു, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ചേട്ടന്റെ കൂടെ. അവള് കറ തീർന്ന പ്രേമം. ജോസഫിന് മനസ്സിലായി, ഇനി അവിടെ നിന്നാൽ ശരിയാകല. ഉൽപ്പത്തി 39 ഇങ്ങനെയാണ്. ജോസഫ് ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അവസരമുണ്ട്, കാരണം രാജ്യത്തെ എല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, ഈ വീട്ടിൽ പോലും. പക്ഷേ ഞാൻ ഈ മഹാദോഷം, ഉൽപ്പത്തി 39:9, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഇരുളിൽ ഒരാൾ സ്വയം ചോദിച്ച ചോദ്യമാണ്. എൻ്റെ മുമ്പിൽ അവസരം മലർക്ക തുറന്നു കിടന്നിട്ടും ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഇതാണ് പിൻവാതിൽ കൊത്തുപണിയുള്ള ഒരു ജീവിതം. എന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഹി വെന്റ് ഔട്ട് ഓഫ് ദ റൂം, അയാൾ പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ആ പെങ്കൊച്ച് ജോസഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. സംഭവിച്ചെന്താ? തുണി പുള്ളിക്കാരുടെ കയ്യിലും. ഏത് കോടതി പോയാലും ജോസഫ് അകത്താകുകയും ചെയ്തു. അതുപോട്ടെ പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ മലർക്ക തുറന്നു കിടന്നിട്ടും പിൻവാതിൽ കൊത്തുപണി ചെയ്ത രഹസ്യ ജീവിതത്തിന്റെ ആഴം സുന്ദരമാക്കിയ ജോസഫ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നൊരു കാര്യമുണ്ട്. ആധുനിക മനുഷ്യന്റെ ഭക്തി ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
വൃത്തിഹീനമായ സ്ഥലത്തിരിക്കുന്ന ഒരു ഈച്ച അടുത്ത നിമിഷം ദേവന് അർപ്പിച്ച നിവേദ്യത്തിൽ വന്നിരിക്കും. എന്നിട്ട് വീണ്ടും അത് അമേദ്യത്തിൽ പോയിരിക്കും. പിന്നെയും അത് നിവേദ്യത്തിലിരിക്കും. ഈ ഈച്ചയ്ക്ക് ഒരു കുറ്റബോധവുമില്ല, ഒരു ഉളിപ്പുമില്ല. പരമഹംസർ പറയുകയാണ്, ആധുനികന്റെ ഭക്തി ജീവിതം ഇങ്ങനെയാണ്. ഞായറാഴ്ച രാവിലെ പരിശുദ്ധ കുർബാന കൊണ്ടവൻ 3 മണിക്ക് വെള്ളം അടിക്കും, സന്ധ്യയ്ക്ക് മുമ്പ് മദ്യപിക്കും. ഈച്ച നല്ലിലേലെ കാര്യമല്ല, ഞാൻ വേറെ ഭൂഖണ്ഡത്തിലെ കാര്യമാണ് പറയുക. നല്ലിലെ മദ്യപാനികളുള്ള സ്ഥലമല്ല. രാവിലെ യാഗശാല, വൈകുന്നേരം ഭോഗശാല. എൻ്റെ സഹോദര, നീ എങ്ങോട്ട് പോവാ? കുർബാന കൈക്കൊണ്ടവൻ അന്ന് തന്നെ ലഹരി ഉപയോഗിക്കുക. ഈച്ച ഒരു കുറ്റബോധവും ഇല്ല. ഈ അഭിനയങ്ങൾ, ഈ പിൻവാതിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാ വീഴാൻ പോകുന്നതെന്ന് അറിയാം. ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ ആ ചിന്തയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാമത്തെ തിരുവചന മുതൽ ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം, നെബൂഖദ്നേസർ രാജാവ് കാണുന്ന സ്വപ്നം. ആ സ്വപ്നം ഇങ്ങനെയാണ്. വളരെ ആഴമായ ചില നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത ചില കാര്യങ്ങളാണല്ലോ ദാനിയേലിലുള്ളത്. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്നാണ് തന്നെ വിളിക്കുക. ഈ രാജാവ് കണ്ട സ്വപ്നം ഒരു വലിയ ബിംബം, വലിയ ബിംബം. അതിന്റെ ശിരസ് തങ്കം കൊണ്ട്. എന്നാ കൊണ്ട്? തങ്കം. നെഞ്ചും കരങ്ങളും വെള്ളി കൊണ്ട്, തുടയും കാലുകളും ഇരുമ്പ് കൊണ്ട്, പാദം ഇരുമ്പും കളിമണ്ണും കൊണ്ട്. നിങ്ങൾ അത് മനസ്സിൽ കാണണേ. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ഇതാണ്. എന്നിട്ട് മരുഭൂമിയിൽ നിന്നൊരു കല്ല് വന്ന് ഈ ബിംബത്തിന്റെ പാദത്തിൽ ഇടിച്ചു. അത് പൊടിഞ്ഞു. ഒരു കാറ്റ് പിറകെ വന്ന് പറത്തിക്കൊണ്ടുപോയി. ദാനിയേൽ ഈ സ്വപ്ന വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. രാജാവേ, നിന്റെ അവസാനമാണ്. അതാണ് ഈ സ്വപ്നം. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യം കേട്ടോ. നമ്മുടെ ജീവിതമല്ലേ ഇത്? ഈ ബിംബത്തിന്റെ മുഖം, ശിരസ് തങ്കം, നെഞ്ചും കരങ്ങളും പറഞ്ഞതേ ഉള്ളൂ, പറയും വെള്ളി, തുടയും കാലുകളും ഇരുമ്പ്, പാദം. നമ്മുടെ ജീവിതമല്ലേ ഇത്? കാരണം നമ്മൾ കാണപ്പെടുന്ന മേഖലകളിലൊക്കെ തങ്കമാണ്, തനിത്തങ്കം. 916 കൊള്ളാം. അച്ചായൻ ഇടവക പള്ളിയിൽ എന്നാ നല്ല ജംഗ്ഷനിൽ പുള്ളിയെ പോലെ. പുള്ളി എന്താ ഡീസന്റാ നാട്ടുകാരുടെ കാര്യത്തിൽ. പുറം ജീവിതത്തിൽ നമ്മളൊക്കെ തങ്കപ്പെട്ട ആളാ. ഇത്ര തങ്കപ്പെട്ട ഒരു അമ്മാമ്മയെ കാണാൻ പാടാ. നെഞ്ചും കരങ്ങളും വെള്ളി, ക്വാളിറ്റി കുറഞ്ഞു, തങ്കത്തേക്കാൾ കുറഞ്ഞു. കാലുകൾ ഇരുമ്പ്, കുറച്ചുകൂടെ കുറഞ്ഞു. ആരും കാണാത്ത പാദം വന്നപ്പോഴോ ഇരുമ്പും കളിമൺ. നമ്മുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. 4 പേര് കാണുന്നവരൊക്കെ തങ്കം. ജീവിതത്തിന്റെ പുറകിലേക്ക് പോകും തോറും ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരിക. ഈ സ്വപ്നം നമ്മളെ കുറിച്ചല്ലേ എന്നറിയാം. കൃത്യമായി പാപത്തിന്റെ കല്ല് വന്ന് കൊള്ളാൻ പോകുന്നത് ഈ ബലിഷ്ഠമായ ലോഹഭാഗങ്ങളിലൊന്നുമല്ല. ലേശം കളിമണ്ണ്. അവിടെ തകരാൻ പോകുന്നവരും അവിടെയാ. ആദമിൽ പഴത്തിൽ കൂടെ പ്രവർത്തിച്ചതാ. നമ്മൾ പറയും, എനിക്ക് പാപമില്ല കർത്താവേ, ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറയും. വീക്ക്നെസ്സിനെ നമ്മൾ പാപത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. ദുർബലമായ ചില ഇടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ബാക്കി 98% നമ്മൾ ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1-2 മഹാകുറവുകളുണ്ട് നമുക്ക്. സഹോദരി, ഞാൻ എന്നോട് തന്നെ പറയുക, കൃത്യമായി നീ വീഴാനുള്ള കല്ല് വന്ന് വീഴാൻ പോകുന്ന അവിടെ. ബാക്കി 98% തങ്കത്തേലും ഇരുമ്പേലും കൊള്ളുകയില്ല. അതൊക്കെ ക്വാളിറ്റി ആയിരിക്കും. നിന്നെ വിധിക്കാൻ പോകുന്നത് ആ കല്ലേല. ദുർബലമായ നേരങ്ങളിലായിരിക്കും അത്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പോ വെളുത്തുരുണ്ട കുമ്മായ കല്ലുകളുടെ രൂപത്തിലാണ് വന്നത്. ദുർബലമായ നേരമാണത്. വിശന്ന് പ്രാണം പോയി നിൽക്കുക. ദുർബലമായ ഇടങ്ങളുണ്ട്.
ദുർബലമായ നേരങ്ങളുണ്ട്. കല്ല് വന്ന് വീഴാൻ പോകുന്നത് അവിടെയായിരിക്കും. സഹോദരങ്ങളെ, മുൻപോട്ട് പോകാൻ നമുക്ക്. നമ്മുടെ സമയം അവസാനിക്കുന്നു. യേശുക്രിസ്തു കള്ളനെ പോലെ വരുന്നു എന്ന് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം ഇതല്ലേ? അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങളെ തേടുന്നു. 2 മുൻവാതിലുകൾ അവഗണിക്കപ്പെടും, 2 പിൻവാതിലുകൾ പൊളിഞ്ഞു വീഴും. കുറ്റി ഇളകി കിടക്കുന്ന രഹസ്യ ജീവിതത്തിന്റെ വാതിൽ കള്ളൻ പൊളിക്കും. തമ്പുരാൻ വന്ന് നിന്നെ വിധിക്കും, നിന്നെ അടിക്കും. 3, കള്ളന്റെ മൂന്നാമത്തെ പ്രത്യേകത അൺഎക്സ്പെക്റ്റഡ് അറൈവൽ, ആഗമനം. നമുക്കൊരു ധാരണയുണ്ട്, നല്ല കള്ളൻ രാത്രി 2-നും 2:30-ക്കും ഇടയ്ക്കാ വരുന്നേന്ന്. ചുമ്മാ ഉച്ചയ്ക്കൊന്നും മയങ്ങുമ്പോ അവ എടുത്തോണ്ട് കൊണ്ടുപോകേണ്ടത് അല്ലേ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കള്ളൻ ഇന്ന നേരത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കുമായിരുന്നു. 3-മത്തെയോ 4-മത്തെയോ കോഴി കൂകുമ്പോഴോ എപ്പോഴോ അറിയില്ല. ബി വിജിലൻസ്. വിചാരിക്കാത്തൊരു നേരമുണ്ട്. കള്ളൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും. ഇത് തമ്പുരാൻ വലിച്ചു കളയും. നമ്മുടെ ധാരണ എന്താ? നമ്മൾ ഈ ദൈവത്തെ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞ് പാട്ടും പാട്ടും നടക്കുക. ചുമ്മാ UKG പഠിക്കുന്ന കൊച്ചിനെ പിടുത്തം കിട്ടിയിട്ടില്ല, പിന്നെ ദൈവം. ഈ ദൈവം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭാരതം പറയുന്ന മനോഹരമായൊരു കഥയുണ്ട്. കഥയല്ല, ഒരു പാരബിൾ ഉണ്ട്. ഒരു 3 വയസ്സുള്ള ഒരു ചിത്രശലഭത്തെ കണ്ട് അവന് ഇഷ്ടം തോന്നി. അവൻ അതിനെ പിടിക്കാൻ അതിന്റെ വർണ്ണച്ചിറകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, അടുത്ത് ചെല്ലുമ്പോൾ ഈ ശലഭം പറന്നുപോകും, അടുത്ത ചുവരിൽ ചെന്നിരിക്കും. അവൻ പിന്നെയും മെല്ലെ മെല്ലെ നടന്നു എന്ന് അതിന്റെ ചിറകുകളിൽ പിടിക്കാൻ നേരം പിന്നെയും ഈ വർണ്ണശലഭം അടുത്തടുത്ത് പോയിരിക്കും. അവൻ പിന്നെയും പോകും. ഇങ്ങനെ പോയി അവൻ നിരാശപ്പെടും. അന്ന് തന്നെ അല്പം കഴിഞ്ഞ് ഈ 3 വയസ്സുകാരൻ തളർന്ന് ആ മുറിയിലെ സോഫായിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ പോലും അറിയാതെ ആ പഴയ ശലഭം അവന്റെ നെറ്റിത്തടത്തിൽ വന്നിരിക്കുമ്പോൾ, ഇതിന്റെ പേരാണ്, ഈ സാധനയുടെ പേരാണ് ദൈവം. ഒന്ന് ധ്യാനിക്കാനുള്ള വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഈ പിടിക്കാൻ നടന്നിട്ട് നമ്മൾ പുറകെ നടന്നിട്ട് ഒന്നും ചിലപ്പോൾ കാണില്ല. കാരണം ചിലരെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകും. അബ്രഹാമിനെ വാളിന്റെ തുമ്പത്ത് വരെ കൊണ്ടുപോയി. എന്നാൽ വഴി കടന്നതിനോട് ചോദിച്ചു, അങ്ങോട്ട് കയറി ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? തമ്പുരാൻ ഇങ്ങനെയാ, ചിലരോട് അങ്ങനെയാ. ഇതെന്ത് നീതി? 3-ാം മണി 6-ാം മണി 9-ാം മണി വന്നവനെല്ലാം ഒരേ കൂലിയാ. എന്തുകൊണ്ട്? നീതി. നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ഉത്തരവുണ്ടെങ്കിൽ ആ ദൈവം അല്ല. അതുകൊണ്ട് ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതം പറയുന്നൊരു നേതി ദൈവം അതും ആകാം. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമുള്ള എന്തോ ഒന്നാണ് ദൈവം. ഭാരതത്തിലെ ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിട്ടപ്പടി കണക്കൂട്ടം ഞാൻ 7 ആഴ്ച വസിക്കും, തരാത്തല്ല നമ്മൾ വിധിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇന്നിപ്പോ ഈ പ്രോസ്പിരിറ്റി കോഡിന്റെ പുറകെ നമ്മൾ പോകുന്നത്. അനുഗ്രഹിക്കുന്ന ദൈവം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, സ്വർഗീയ വിരുന്ന്. എൻ്റെ പൊന്ന് സഹോദരി, നമ്മുടെ താളത്തിനൊന്ന് ഒത്ത് നിന്ന് തരുന്ന ഒന്നാണോ ദൈവം? അല്ല. 38 വർഷം ഒരുത്തരെ വെള്ളം അന്വേഷിച്ചാൽ പോയില്ല. പോയെങ്കിൽ ക്രിസ്തുവിനെ കിട്ടത്തില്ലായിരുന്നു, ചിലപ്പോൾ സൗഖ്യം കിട്ടിയനെ. നമ്മളിങ്ങനെ എവിടെ കലങ്ങുന്നു നോക്കിയിരിക്കുമോ ഇറങ്ങാൻ. 3 ആഴ്ച ഉപവസിച്ചു, 7 ആഴ്ച ഉപവസിച്ചു, എന്നാൽ പിന്നെ അപ്പുറത്തെ പള്ളി പോയേക്കാം, അപ്പുറത്തെ ടെറസിന്റെ മേളിൽ പോയേക്കാം. ഇവിടുത്തെ മനോഹരമായ പരിശുദ്ധ കുർബാനയും പരിശുദ്ധമായ ആരാധനയും കളഞ്ഞിട്ട് നമ്മൾ മറ്റേ ഷെഡിന്റെ മുകളിൽ മറ്റേ വർക്ക്ഷോപ്പ് നടത്തുന്ന ബാബു കൂട്ടായ്മ മുടങ്ങിയപ്പോൾ അവിടെ പോയി ഇന്ന് തുള്ളും. സുറിയാനിക്കാരൻ ഇവിടുന്ന് പോയതാ. നമ്മുടെ ചിട്ടപ്പടി ജീവിതങ്ങൾക്ക് പുറത്താണ്. God has planned a calendar for each one of us at the right time in our life. He does not share his calendar with us. ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു കലണ്ടർ നോക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു കലണ്ടർമ്മ തന്നെ എന്നൊക്കെ നമ്മൾ പറയും. ആ കലണ്ടറിൽ ചുവന്നയക്കവും പച്ചയക്കവും ഒക്കെ നേരത്തെ കാണാം. പക്ഷെ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു കലണ്ടർ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യത്തില്ല ദൈവം. അതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നീ 2021-ാം ആണ്ട് ഇത്ര മാസം, അല്ലെങ്കിൽ 2027-ാം ആണ്ട് ഇത്ര മാസം
നീ എവിടെ ആയിരിക്കണോ തമ്പുരാൻ നിശ്ചയമുണ്ട് കേട്ടോ. ഇവിടെ കിടന്ന് പെടച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കലണ്ടർ മേളിൽ തൂക്കിയിട്ട് നമ്മോട് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, എൻജോയ് ദ സർപ്രൈസ്. നിനക്ക് വേണ്ടി ഞാൻ കലണ്ടർ വിട്ടിട്ടുണ്ട്, പക്ഷെ നിന്നോട് ഞാൻ നേരത്തെ പറയത്തില്ല. ആ സർപ്രൈസ് നീ ആസ്വദിച്ചോണം. അത് ചിലപ്പോൾ ദുഃഖമായിരിക്കും, സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും. ദൈവം നമ്മോട് എന്തെങ്കിലും കളി കളിക്കുന്നുണ്ടോ? സ്വർഗത്തിലെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും കളി കളിക്കുന്നുണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്തായാലും, ബാഡ്മിന്റണും കളിക്കുകയല്ല, ഫുട്ബോളും കളിക്കുകയല്ല, ഒരേ ഒരു കളി. ദൈവം നമ്മോട് ഏർപ്പെടുന്ന ഒരേ ഒരു കളി ഏതാണെന്നറിയാം? സാറ്റ് കളിയാണ്. അറിയാമോ? ഇല്ല, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു അന്നേ. എന്താ ഈ സാറ്റ് കളി? വീട്ടിലൊന്ന് കളിക്കണമെന്നേ, പ്രായമായൊന്നും കൂട്ടണ്ട. അച്ഛനും അമ്മയും പിള്ളേരോടൊക്കെ ഒരു സാറ്റ് കളിച്ച വീടൊക്കെ പെരുന്നാളിനേക്കാൾ ഗമയാവത്തില്ലേ? ഈ പിരിഞ്ഞു മുറുകി ശരീരത്തിലാകെ 639 മസിലാവുള്ള 6000 പിടിച്ചോണ്ട് എവിടെ വരെ പോകും നമ്മള്? അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളത് കളിക്കാം കേട്ടാ. ദൈവം നമ്മോട് സാറ്റ് കളിക്കും. ഒളിച്ചേ പാത്തേ നമ്മിൽ നിന്ന് മാറി നിൽക്കും. ചില നേരങ്ങളിൽ ഈ ശലഭം അതിനെ പിടിക്കാൻ പോയ കുട്ടിയുടെ മുമ്പിൽ മാറിയതുപോലെ നാം വിചാരിക്കാത്ത നേരത്ത് യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഇരിപ്പ് കണ്ടിട്ട് ഈ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് തുറന്നു പറയാനും പറ്റില്ല. യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ വിഷയം. അച്ഛാ വരുന്നെങ്കിൽ വന്നോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല അല്ലേ? മാറാനാഥ, കർത്താവേ. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ പൊന്നു തമ്പുരാനെ, മാറാനാഥ കർത്താവേ, വേഗം വരണമേ. എങ്ങനെ വരും നമുക്കറിയത്തില്ല. ഒന്നാമത്തെ വരവ് ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നു അല്ലേ? രണ്ടാം വരവിൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായി വരും. വചനം പറയുക, ഈ കറുത്ത പുസ്തകം, ബൈൻഡിട്ട പുസ്തകം. ഒന്നാം വരവ് ഗലീലക്കാരൻ എന്നുള്ള നിലയിൽ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. ഇനി വരുമ്പോ വെള്ളക്കുതിരപ്പുറത്ത് രാജാവായി വരും. ഒന്നാം വരവിൽ താഴ്മയുള്ള ദാസനായി യെശയ്യാവ് പറയുന്നത് പോലെ രണ്ടാം വരവിൽ അധികാരമുള്ള ന്യായാധിപനായി വരും. ഒന്നാം വരവ് മരിക്കാനായി വന്നു, രണ്ടാം വരവ് ഭരിക്കാനായി വരും. ഒന്നാം വരവിൽ കോലിനാൽ അടിക്കപ്പെട്ടു, രണ്ടാം വരവിൽ ഇരുമ്പ് കോലിനാൽ ജാതികളെ ഭരിക്കും. ഒന്നാം വരവിൽ സ്വന്തമായവർ അദ്ദേഹത്തെ കൈക്കൊണ്ടില്ല, രണ്ടാമത്തെ വരവിലോ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും.